പ്രിയപ്പെട്ട CPM-കാരാ, നിങ്ങൾ പരാജയപ്പെട്ടു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ആഴത്തിൽ ഗഹനമായി ആലോചിച്ച് ചിന്തിച്ച് വിശകലനം നടത്തി, ബ്രാഞ്ച് തലത്തിലും ഏരിയ തലത്തിലും ജില്ലാ തലത്തിലൊക്കെ വിശകലനം നടത്തി എന്താണ് തോൽവിക്ക് കാരണമെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട. കാരണം നിങ്ങളുടെ തോൽവിക്ക് കാരണം നിങ്ങളുടെ ക്യാപ്റ്റൻ മാത്രമാണ്. ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ ക്യാപ്റ്റൻ്റെ ഏകാധിപത്യവും അന്ധമായ വർഗീയതയുമാണ് കേരളത്തിൽ വർഗീയതയുടെ വിത്ത് പാകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ പരാജയത്തിന് മുഖ്യ കാരണം. വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പലതും പറയിപ്പിക്കുകയും ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന ആ സംസ്ഥാനത്തിലെ ഒരു ജില്ലയെക്കുറിച്ചും അവിടുത്തെ ഒരു വിഭാഗം ജനങ്ങളെക്കുറിച്ചും വളരെ മോശമായി പറയിപ്പിക്കുകയും ആ പറഞ്ഞയാളെ കൂടെ കാറിൽ കൊണ്ടു നടക്കുകയും അവർക്ക് ഷാളണിയിച്ച് അവരെ ആദരിക്കുകയും ചെയ്തതിൻ്റെ അർത്ഥം ഇവിടുത്തെ പ്രബലമായ ന്യൂനപക്ഷത്തിനെ അടച്ചാക്ഷേപിക്കലല്ലേ? ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലമുള്ള കേരളത്തിലെ ഒരു ജില്ലയെ അധിക്ഷേപിക്കലല്ലേ? ഇതെന്തിനു വേണ്ടി? കൂടെ നിന്ന ബാലനും വിഷരാഘവനും എല്ലാം ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയല്ലേ? അപ്പോൾ ഈ നാട്ടിൽ മനഃപൂർവ്വം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് നിങ്ങളുടെ പരാജയത്തിൻ്റെ മെയിൻ കാരണം. വേറൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട. അവിടെ നിങ്ങൾ തിരുത്താൻ തയ്യാറായാൽ മാത്രമേ കേരള ജനത നിങ്ങൾക്ക് മാപ്പ് തരുള്ളൂ. പിണറായി വിജയനും ബാലനും എല്ലാം വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയണം. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്തിടത്തോളം കാലം ഞങ്ങൾ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ച, വർഗീയതയുടെ വിത്തിടാൻ ശ്രമിച്ച വ്യക്തികളാണെന്ന് തന്നെ ചരിത്രം നിങ്ങൾ എഴുതി വെക്കും. കേരളത്തിൻ്റെ മനസ്സ് വിശാലമാണ്. കേരളത്തിലെ ജനങ്ങൾ ഉത്ബുദ്ധരാണ്. കേരളത്തിലെ ജനങ്ങൾ വർഗീയതക്കെതിരാണ്, വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരാണ്, വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ആ തന്ത്രങ്ങളൊന്നും കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല, നടക്കുകയുമില്ല. ഇനിയും നിങ്ങൾ വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയും പടിക്ക് പുറത്ത് എന്ന് കേരളത്തിലെ ജനത 1000 വട്ടം പറയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.